ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 25/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഓം ശാന്തി. അപ്പോ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ പലപ്പോഴും ഈ ഭൗതിക ശരീരത്തിൽ കുടുങ്ങിപ്പോയ ഒരു മെഷീൻ പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തീർച്ചയായും അങ്ങനെ തോന്നാറുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ വെറുതെ ഒരുതരം യാന്ത്രികമായി പ്രതികരിക്കുക മാത്രമാണ് പലപ്പോഴും ചെയ്യുന്നത്. അതെ, ശരിക്കും ഒരു ഓർഗാനിക് മെഷീനുള്ളിലെ യാത്രക്കാരനെ പോലെ. എന്നാൽ ആ മെഷീൻ ഓടിക്കുന്ന ഡ്രൈവർ ശരിക്കും നിങ്ങളാണെന്നും, പക്ഷെ ആ വണ്ടി എങ്ങനെയാണ് ശരിയായി ഓടിക്കേണ്ടതെന്ന് നിങ്ങൾ പൂർണ്ണമായും മറന്നുപോയെന്നും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച ശരിക്കും ആ ഒരു വലിയ രഹസ്യത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അതെ, നമ്മൾ ആരാണ് എന്ന വലിയ ചോദ്യം. ബാബ നൽകുന്ന ഈ അറിവുകൾ കേവലം കുറച്ച് ഫിലോസഫിക്കൽ ആശയങ്ങളല്ല എന്ന് നമുക്കറിയാം. തീർച്ചയായും അല്ലേ. ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിത്യജീവിതത്തിലെ സ്ട്രെസ്സും പ്രശ്നങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ അടിസ്ഥാനപരമായി മാറ്റാൻ പോന്ന യാഥാർത്ഥ്യങ്ങളാണ് പാപ്പ പറയുന്നത്. ശരിയാണ്. അപ്പൊ നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാബ ഈ ലോകത്തേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മൾ ആരാണെന്ന് നാം തിരിച്ചറിയണം എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. അതാണ് മെയിൻ പോയിന്റ്. നമ്മൾ ആരാണെന്ന അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരം ബാബ പറയുന്നു. ആത്മാവ് നക്ഷത്ര സദൃശവും അതിസൂക്ഷ്മവും ഒരിക്കലും നശിക്കാത്തതുമായ ഒരു പ്രകാശ ബിന്ദുവാണ് എന്ന്. അതായത് ഈ കാണുന്ന ശരീരമല്ല നമ്മൾ. അതെ, ശരീരം വേറെ, ആത്മാവ് വേറെ. ഈ ആത്മാവ് എവിടെയോ അന്തരീക്ഷത്തിൽ അലഞ്ഞു നടക്കുന്ന ഒന്നല്ല കേട്ടോ. ശരീരത്തിൽ ഈ ആത്മാവ് ഇരിക്കുന്നത് എവിടെയാണെന്ന് ബാബ കൃത്യമായി പറയുന്നുണ്ട്. ഓഹോ, എവിടെയാണ് ആ സ്ഥാനം? നമ്മുടെ ഭ്രൂഗുടി മധ്യപ്പിൽ, അതായത് 2 പുരികങ്ങൾക്കിടയിലാണ് ആത്മാവ് വസിക്കുന്നത്. ഇപ്പോ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് കണ്ണുകളിലൂടെ കാണുന്നതും കാതുകളിലൂടെ കേൾക്കുന്നതുമൊക്കെ ശരിക്കും ആ സൂക്ഷ്മമായ ആത്മാവാണ്. ഒരു മിനിറ്റ്, ഹോൾഡ് ഓൺ. അപ്പോ ഈ കണ്ണുകളെന്ന് പറയുന്നത് വെറുമൊരു ക്യാമറ ലെൻസ് മാത്രമാണെന്നാണോ? ആ ലെൻസിലൂടെ പുറത്തേക്ക് നോക്കുന്നത് ഉള്ളിലിരിക്കുന്ന ആ ചെറിയ പ്രകാശബിന്ദുവായ ആത്മാവാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവം. ഡ്രൈവറില്ലാതെ വണ്ടിക്കൊറ്റയ്ക്ക് ഓടാൻ കഴിയില്ലല്ലോ. വാവ്, ഇതൊരു വല്ലാത്ത കാഴ്ചപ്പാടാണല്ലോ. ശരീരമെന്ന ഈ അത്യാധുനിക വാഹനത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യനായ ഡ്രൈവറാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്ന നിമിഷം. അവേ, പക്ഷേ ഇവിടെ മനുഷ്യർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ദേഹാഭിമാനം കാരണം അവർ ഞാൻ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ശരിക്കും ഡ്രൈവർ താനാണെന്ന കാര്യം പൂർണ്ണമായും മറന്നിട്ട് താൻ ആ കാറാണെന്ന് വിശ്വസിക്കുന്നത് പോലെ ഒരവസ്ഥ. അതെ, വളരെ വിചിത്രമായൊരവസ്ഥയാണത്. വാസ്തവത്തിൽ ചെയ്യുന്നതെല്ലാം ആത്മാവാണെങ്കിലും ദേഹാഭിമാനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർ പറയുന്നു, ഞാൻ ഇന്നയാളാണ്, ഇതെന്റെ കൈകളാണ്, ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നൊക്കെ. അതായത് നമ്മളെ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറന്നുപോയിരിക്കുന്നു. ശരി, അപ്പോൾ ഈ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം ബാബ പറയുന്നു പരമാത്മാവായ ശിവബാബയും അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവാണ് എന്ന്. അതെ, പരമാത്മാവും നിരാകാരനാണ്. അതെ, അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഭൗതിക ശരീരമില്ലല്ലോ. അപ്പോൾ ഇരുവരും കാണാൻ ഒരേപോലെ ബിന്ദുരൂപമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പലരും പറയാറുണ്ടല്ലോ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ. ഇതിനെ ബാബ എങ്ങനെയാണ് തിരുത്തുന്നത്? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ബാബ അതിനെ വളരെ യുക്തിപൂർവം പൊളിച്ചെടുക്കുന്നുണ്ട്. ആത്മാവും പരമാത്മാവും കാണാൻ ഒരുപോലെ പ്രകാശബിന്ദുക്കളാണെങ്കിലും അവരൊരിക്കലും ഒന്നല്ല. അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതിന്റെ മെക്കാനിസം ബാബ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആത്മാക്കൾ ഈ ലോകനാടകത്തിൽ വരുമ്പോൾ അവർ ജനനമരണ ചക്രത്തിൽപ്പെടുന്നു. ജനിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, മരിക്കുക, വീണ്ടും പുതിയ ശരീരമെടുക്കുക. ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവ് പതിതമായി, അതായത് അശുദ്ധമായി മാറുന്നു. ഓഹോ, എന്നാ പരമാത്മാവ് അങ്ങനെയല്ല എന്നാണോ? അതെ, പരമാത്മാവ് ഒരിക്കലും ജനനമരണ ചക്രത്തിലേക്ക് വരുന്നതേയില്ല. വെയിറ്റ്, ഈ അശുദ്ധമാകുക എന്ന് പറഞ്ഞാല് കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഇരുമ്പ് കഷ്ണം തുരുമ്പെടുക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും അവസ്ഥയാണോ ഇത്? വളരെ നല്ലൊരു ഉദാഹരണമാണത്. ഇരുമ്പ് മഴയത്തും വെയിലത്തും കിടക്കുമ്പോൾ അതിൽ സ്വാഭാവികമായി തുരുമ്പ് പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ഒരാത്മാവ് ജനനമരണ ചക്രത്തിലേക്ക് വരുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഓരോ തവണയും പുതിയ ശരീരങ്ങൾ എടുക്കുമ്പോൾ
ഈ ഭൗതിക ലോകവുമായി അത് കൂടുതൽ ബന്ധപ്പെടുന്നു അല്ലേ? കൃത്യമായിട്ടും. ഞാൻ ഈ ശരീരമാണ്, ഇതൊക്കെ എന്റെ സ്വന്തമാണ്, എന്റെ ബന്ധങ്ങൾ, എന്റെ സമ്പത്ത് എന്നൊക്കെയുള്ള ചിന്തകൾ ആത്മാവിനെ കൂടുതൽ ഭൗതികതയിലേക്ക് വലിച്ചിഴക്കുന്നു. അപ്പോ ഈ പ്രവൃത്തികളിലൂടെ ആത്മാവിന്റെ യഥാർത്ഥ ഗുണങ്ങളായ ശാന്തിയും പവിത്രതയും ക്രമേണ കുറഞ്ഞുവരുന്നു. അതെ, ഈയൊരു ഡീഗ്രേഡേഷൻ അല്ലെങ്കിൽ അശുദ്ധമാകുന്ന അവസ്ഥയെയാണ് ബാബ തമോപ്രധാനമെന്ന് വിളിക്കുന്നത്. എന്നാൽ പരമാത്മാവ് ഒരിക്കലും ഈ ജനനമരണങ്ങളിലൂടെ കടന്നുപോകുന്നില്ല. അദ്ദേഹത്തിന് തന്റേതായ ഭൗതിക ശരീരവുമില്ല. അതുകൊണ്ട് പരമാത്മാവിനൊരിക്കലും ഈ തുരുമ്പ് പിടിക്കുന്നില്ല. ശരിയാണ്. അദ്ദേഹം എപ്പോഴും സതോപ്രധാനമായി, അതായത് സമ്പൂർണ്ണ പവിത്രമായി തന്നെ നിലകൊള്ളുന്നു. അപ്പോ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തികച്ചും അസംബന്ധമാണ് അല്ലേ? കാരണം എപ്പോഴും പവിത്രമായ പരമാത്മാവ് അശുദ്ധമായ അവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണത്. അതെ, അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ബാബ വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ അശുദ്ധമായി മാറിയ ഈ ലോകത്തെയും ആത്മാക്കളെയും വീണ്ടും ശുദ്ധമാക്കാൻ പരമാത്മാവ് അന്യദേശത്തു നിന്നും ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് മെയിൻ വ്യത്യാസം. അതിനാൽ ബാബ ഉറപ്പിച്ചു പറയുന്നു, ആത്മാവിന് ഒരിക്കലും പരമാത്മാവാകാൻ കഴിയില്ല എന്ന്. തീർച്ചയായും ആ ഒരു ക്ലാരിറ്റി ബാബ നമുക്ക് തരുന്നുണ്ട്. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആത്മാക്കൾ ജനനമരണ ചക്രത്തിൽപ്പെട്ട് അശുദ്ധമാകുമെന്ന്. ഇതിൽ ബാബ പറയുന്ന ആ 84 ജന്മങ്ങളുടെ ചക്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെയുള്ള എല്ലാ ആത്മാക്കൾക്കും ഒരേ അനുഭവമാണോ ഈ ചക്രത്തിലുള്ളത്? അവിടെയാണ് ബാബ വളരെ രസകരമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ലോകത്തിലുള്ള എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല എന്ന് ബാബ പറയുന്നു. മനുഷ്യരെല്ലാവരും ഒരേ സമയത്തല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഓഹോ, അപ്പോ എല്ലാവരും തുടക്കം മുതലില്ല എന്നാണോ? അതെ, ആദ്യം സത്യയുഗത്തിൽ, അതായത് സ്വർഗത്തിൽ വരുന്ന സൂര്യവംശി രാജാക്കന്മാരും പ്രജകളും മാത്രമാണ് ഈ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്നത്. പിന്നീട് കാലം കഴിയുന്തോറും പുതിയ പുതിയ ആത്മാക്കൾ മേലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും പിന്നീട് വരുന്നവർക്ക് കുറഞ്ഞ ജന്മങ്ങൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അതെ, അവർക്ക് 80 അല്ലെങ്കിൽ 83 എന്നിങ്ങനെ കുറഞ്ഞ ജന്മങ്ങൾ മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. അതായത് നമ്മളെല്ലാവർക്കും ഒരേ മൈലേജ് അല്ല കിട്ടുന്നത്. ചിലർ നാടകം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേജിലുണ്ട്, അവരവസാനം വരെ മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നു. ശരിയാണ്. എന്നാൽ വേറെ ചിലർ ഇന്റർവെല് കഴിഞ്ഞോ അല്ലെങ്കിൽ ക്ലൈമാക്സിന് തൊട്ടു മുൻപോ ഒക്കെയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് കുറച്ച് ജന്മങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് ബാബയും ഉദ്ദേശിക്കുന്നത്. പിന്നെ സത്യയുഗത്തിലെ ജീവിതത്തെക്കുറിച്ച് ബാബ പറയുന്ന മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ട്. അതെന്താണ്? സത്യയുഗത്തിൽ മനുഷ്യന്റെ ആയുസ് പൂർണ്ണമായും 180 വയസ്സാണ്. അവിടെ ആരും ഇടക്ക് വെച്ച് പെട്ടെന്ന് മരിക്കുന്നില്ല. ഇതിനൊരു കാരണമുണ്ട്. അവിടെ എല്ലാവരുടെയും കർമ്മങ്ങൾ സമ്പൂർണമായും ശുദ്ധമാണ്. ഓഹോ, അതുകൊണ്ടവർക്ക് അസുഖങ്ങളോ അകാല മരണമോ ഉണ്ടാകുന്നില്ല അല്ലേ? അതെ. അപ്പൊ നോക്കൂ, എന്തിന് ശ്രീകൃഷ്ണൻ പോലും അവിടെ ജനിക്കുകയും തന്റെ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഇത്രയും ജന്മങ്ങളിലൂടെ കടന്നുപോകുന്ന കൃഷ്ണന് ഒരിക്കലും പരമാത്മാവാകാൻ കഴിയില്ല എന്ന്. അപ്പൊ എനിക്കൊരു സംശയം വരുന്നത്, ഈ ജനനമരണങ്ങളില്ലാത്ത ബാബ എപ്പോഴാണ് ഈ ലോകത്തേക്ക് വരുന്നത്? എല്ലാ യുഗങ്ങളിലും ദൈവം അവതരിക്കുന്നുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതും ബാബ തിരുത്തുന്നുണ്ട്. ബാബ എല്ലാ യുഗങ്ങളിലും വരുന്നില്ല. ഈ കാലചക്രത്തിന്റെ അല്ലെങ്കിൽ കൽപ്പത്തിന്റെ ഏറ്റവും അവസാനമുള്ള സംഗമയുഗത്തിൽ മാത്രമാണ് ബാബ വരുന്നത്. സംഗമയുഗം എന്ന് പറഞ്ഞാൽ പഴയ ലോകം പൂർണ്ണമായും നശിച്ച് പുതിയ സത്യയുഗം ആരംഭിക്കുന്നതിന് ഇടയിലുള്ള ആ ചെറിയ സംക്രമണ സമയമാണോ? അതെ, അതാണ് സംഗമയുഗം. രാവണരാജ്യം പൂർണ്ണമായും നശിക്കാൻ പോകുമ്പോഴാണ് ബാബ സ്വർഗം സ്ഥാപിക്കാനായി വരുന്നത്. ഇത് കേവലം വിശ്വാസമല്ല, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ശരിയാണ്. അശുദ്ധമായ ലോകത്തെ ശുദ്ധമാക്കാൻ പരമാത്മാവ് ആ മാറ്റത്തിന്റെ സമയത്ത് തന്നെയല്ലേ വരേണ്ടത്? കൃത്യം ആ ലോജിക്കാണ് ബാബ പറയുന്നത്. അപ്പൊ ബാബ ഈ സത്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇത്ര വ്യക്തമായി മനസ്സിലാകുന്നത്. അല്ലാതെ ഗംഗയിലോ മറ്റു നദികളിലോ പോയി കുളിച്ചതുകൊണ്ട് പാപങ്ങൾ നശിക്കില്ല എന്ന് ബാബ ഇന്നത്തെ മുരളിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ആളുകൾ വിശ്വസിക്കുന്നത് നദിയിൽ മുങ്ങിയാൽ പാപങ്ങൾ പോകുമെന്നാണ്. പക്ഷെ ബാബ ചോദിക്കുന്നത്, പാപങ്ങൾ ചെയ്യുന്നത് ശരീരമാണോ അതോ ആത്മാവാണോ എന്നാണ്. അതെ, ശരീരം വെറുമൊരു ഉപകരണം മാത്രമാണല്ലോ. വെള്ളം കൊണ്ട് കഴുകിയാൽ ശരീരത്തിലെ അഴുക്ക് മാത്രമേ പോകുകയുള്ളൂ. അതാണ് പോയിന്റ്.
അദൃശ്യനായ ആത്മാവിൽ പറ്റിപ്പിടിക്കിരിക്കുന്ന പാപങ്ങളുടെ കണക്കുകൾ എങ്ങനെയാണ് ഭൗതികമായ വെള്ളം കൊണ്ട് കഴുകിക്കളയാൻ സാധിക്കുക? അവിടെയാണ് ബാബ നൽകുന്ന യഥാർത്ഥ ജ്ഞാനത്തിന്റെയും രാജയോഗത്തിന്റെയും ആവശ്യകത വരുന്നത്. അതായത് പരമാത്മാവായ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ ആത്മാവിലെ ഈ നെഗറ്റീവ് റെക്കോർഡിംഗുകൾ മായ്ച്ചു കളയാൻ സാധിക്കൂ എന്ന് സാരം. അതെ, അത് മാത്രമാണ് ഏക വഴിയെന്ന് ബാബ പറയുന്നു. അപ്പൊ അടുത്തൊരു വലിയ ചോദ്യം വരുന്നു. സ്വർഗം സ്ഥാപിക്കാൻ ബാബ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യത നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ഏക വഴി ബാബ നൽകുന്ന നിർദ്ദേശങ്ങൾ, അതായത് ശ്രീമതം പൂർണ്ണമായും പാലിക്കുകയെന്നതാണ്. ബാബ വന്നിരിക്കുന്നത് നമ്മളെ പാവനമാക്കി മാറ്റാനും ഈ അറിവുകൾ പഠിപ്പിക്കാനുമാണ്. അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണല്ലോ. അതെ, ഇതിനായി ബാബയിൽ ഉറച്ച നിശ്ചയം നമുക്ക് ആവശ്യമാണ്. ബാബ പറയുന്നു, ബാബയിൽ ഉറച്ച നിശ്ചയമുള്ള കുട്ടികൾ എന്താജ്ഞ ലഭിച്ചാലും കണ്ണടച്ച് ബാബയുടെ ശ്രീമതം പാലിക്കുമെന്ന്. ഒരു മിനിറ്റ്, എനിക്കിവിടെ ചെറിയൊരു വിയോജിപ്പുണ്ട്. എന്താണ്? ഈ ആധുനിക കാലത്ത് നമ്മളെല്ലാം ചോദ്യം ചെയ്ത് പഠിക്കുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരാൾ പറയുന്നത് കണ്ണടച്ചു വിശ്വസിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നു പറയുന്നത് ഒരു തരം അന്ധവിശ്വാസമല്ലേ? ഇതിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിംഗ് എവിടെ പോയി? അതൊരു കിടിലൻ ചോദ്യമാണ്. ഈ സംശയം സ്വാഭാവികമായും വരാം. ഭൗതിക ലോകത്തെ കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യണം, അത് അത്യാവശ്യമാണ്. അതെ, പ്രത്യേകിച്ചും സ്വന്തമായി ശരീരമില്ലാത്ത ശിവബാബ ഒരു മനുഷ്യനായ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാളെ ആരെങ്കിലും വന്നിട്ട് ദൈവം എന്നിലൂടെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത് അതുപോലെ വിശ്വസിക്കണമെന്നാണോ? അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മളോട് സംസാരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, ഈ സൃഷ്ടിയുടെ മുഴുവൻ രചയിതാവായ പരമപിതാവാണ് എന്നാണ് ബാബ പറയുന്നത്. ഇത് കേവലം അന്ധമായി വിശ്വസിക്കാനുള്ളതല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിതിനെ സമീപിക്കേണ്ടത്? മറിച്ച് ഈ അറിവുകളെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമായി പരീക്ഷിച്ചു നോക്കാനാണ് ബാബ പറയുന്നത്. പരീക്ഷിച്ച് ബോധ്യപ്പെട്ട പിന്നെന്തിനാ സംശയിക്കുന്നത്? അത് ശരിയാണ്, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അതെ, അവിടെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിയിലെ അഹംഭാവം, അതായത് ഈഗോ ഓഫ് ഇന്റലക്ട്, അത് നാം ഈ ശ്രീമതത്തിൽ കലർത്തുന്നു. ഈഗോ ഓഫ് ഇന്റലക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ലളിതമായ കാര്യങ്ങളെ സങ്കീർണമാക്കുന്നു എന്നാണോ? അതെ, കൃത്യമായിട്ട്. ഉദാഹരണത്തിന്, നമ്മളോട് ശാന്തമായിരിക്കാൻ ബാബ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കും. ഇല്ല, ഇവർ എന്നോട് ഇത്രയും മോശമായി പെരുമാറിയാൽ ഞാൻ എങ്ങനെ ശാന്തമായിരിക്കും? ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ വിഡ്ഢിയെന്ന് വിളിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കും. അതെ, പരമപിതാവ് ഒരു നിർദ്ദേശം നൽകുമ്പോൾ അതിൽ നമ്മുടെ കുതർക്കങ്ങൾ കലർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ശരിക്കും നമ്മൾ സ്വയം കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതെ, ബാബ വളരെ സ്നേഹത്തോടെ പറയുന്നു, ഞാൻ ഇരിപ്പുണ്ടല്ലോ എന്ന്. ഇതിന്റെ അർത്ഥം നിശ്ചയബുദ്ധികളായ കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ബാബ ഏറ്റെടുക്കുന്നു എന്നതാണ്. വാവ്, അതൊരു വലിയ ഉറപ്പാണല്ലോ. അതെ, ബ്രഹ്മാവിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ എന്തെങ്കിലും നഷ്ടം വന്നാൽ പോലും അതിന്റെ ഉത്തരവാദിത്വം ശിവബാബയ്ക്കാണ്. അതിനാൽ നമ്മൾ അനാവശ്യമായി ചിന്തിച്ചു ബുദ്ധിമുട്ടേണ്ടതില്ല. അതായത് നമ്മൾക്ക് ആ നിർദ്ദേശങ്ങളെ സിംപിളായി ഫോളോ ചെയ്യാം, ബാക്കിയുള്ള ടെൻഷനൊക്കെ ബാബയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന്. അത് ശരിക്കും വലിയൊരാശ്വാസമാണ്. ആ ഈഗോ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും. തീർച്ചയായും. ശരി, ഈ രീതിയിൽ ബാബയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനത്തിൽ എങ്ങനെ പ്രതിഫലിക്കണമെന്നാണ് ബാബ അടുത്തതായി പറയുന്നത്? സേവനത്തിന്റെ കാര്യത്തിൽ ബാബ പറയുന്നത് സേവനത്തിൽ എല്ലുകൾ നൽകണമെന്നാണ്. എല്ലുകൾ നൽകണമെന്ന് വെച്ചാൽ? ത്തിനായി സമർപ്പിക്കണം. അത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകണമെന്നാണ് ബാബു ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പെരുമാറ്റം വഴി ആർക്കും ദുഃഖം കൊടുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതെ, നമ്മുടെ കർത്തവ്യം എല്ലാവരെയും സുഖധാമത്തിന്റെ, അതായത് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുക എന്നതാണ്. യോഗയുക്തരായ കുട്ടികളുടെ ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് ബാബ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം അവരെപ്പോഴും ബന്ധനമുക്തരായിരിക്കും എന്നതാണ്. ഈ ബന്ധനമുക്തമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വണ്ടികളിലെ ഷോക്ക് അബ്സോർബറിനെ കുറിച്ചാണ്. ഓഹോ, അതെങ്ങനെയാണ് കണക്ട് ആവുന്നത്? വണ്ടികൾ വലിയ കുഴികളിൽ വീഴുമ്പോഴും ഉള്ളിലിരിക്കുന്ന നമ്മൾ കുലുങ്ങാത്തത് ഈ ഷോക്ക് അബ്സോർബർ ആ ഇംപാക്റ്റ് മുഴുവൻ വലിച്ചെടുക്കുന്നതുകൊണ്ടല്ലേ? അതാണോ ഈ ബന്ധനമുക്തമായ അവസ്ഥ? അതെ, വളരെ മനോഹരമായി നിങ്ങളത് കണക്ട് ചെയ്തു. അവർ ലോകത്തിലെ ഒരു കാര്യത്തിലും കുലുങ്ങില്ല. നിന്ദ സ്തുതികളിൽ,
അതായത് ആരെങ്കിലും അവരെ വല്ലാതെ പ്രശംസിച്ചാലും അല്ലെങ്കിൽ മുഖത്തു നോക്കി മോശമായി പറഞ്ഞാലും അവർ ആ ഷോക്ക് അബ്സോർബർ പോലെ ഒരേ മാനസികാവസ്ഥയിലായിരിക്കും നിലകൊള്ളുക. വാട്ട് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. മറ്റുള്ളവരുടെ അജ്ഞതയുടെയോ ദേഷ്യത്തിന്റെയോ ആഘാതം നമ്മൾ സ്വീകരിക്കുകയും പകരം വളരെ മൃദുവായി അവരോട് പ്രതികരിക്കുകയും ചെയ്യുന്നു, അല്ലേ? അതെ, ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാൽ പോലും അവരെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ബന്ധനമാണ് എന്ന് ബാബ പറയുന്നുണ്ട്. അതായത് മറ്റൊരാൾ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് കരുതി ഞാൻ അയാളെക്കുറിച്ച് ദിവസം മുഴുവൻ കുറ്റം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ സ്വയം ഒരു മാനസിക ബന്ധനത്തിൽ കുടുങ്ങിപ്പോകുന്നു. എന്റെ എനർജി മുഴുവൻ അവിടെ വേസ്റ്റാവുകയാണ്. അതാണ് സംഭവം. ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് ഇന്നത്തെ മുരളിയിലെ അവ്യക്ത സൂചനകളും സ്ലോഗനും. ബാബ സ്ലോഗനായി പറയുന്നത് ആദ്യം ചിന്തിക്കുക, പിന്നെ ചെയ്യുക എന്നാണ്. ഇതൊരു ജ്ഞാനമുള്ള ആത്മാവിന്റെ ഗുണമാണ്. അതെ, ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കൂടാതെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന അറിവില്ലാത്ത കുട്ടികൾ ഈ ലോകത്തിലുണ്ടാകാം. അവർ നമ്മളോട് മോശമായി പെരുമാറിയേക്കാം. എന്നാൽ അവരോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. അവരെ തിരുത്താൻ പോയിട്ട് നമ്മുടെ സമാധാനം നാം കളയരുത് എന്ന് സാരം. അതെ, പകരം യുക്തിപൂർവം അവർക്ക് ബഹുമാനം നൽകി അവരെ സ്നേഹത്തിലൂടെ വിവേകികളാക്കി മാറ്റണമെന്ന് ബാബ സൂചിപ്പിക്കുന്നു. മധുരതയും നമ്രതയുമാണ് നമ്മളെ മഹാനാക്കുന്നത്. അവരോട് ഏറ്റുമുട്ടാൻ പോയാൽ അത് വീണ്ടും പുതിയ ബന്ധനങ്ങൾക്കും കർമ്മങ്ങൾക്കും മാത്രമേ വഴിവെക്കുകയുള്ളൂ. വളരെ വളരെ ഡീപ്പായ കുറച്ചു കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. നമ്മൾ ഇന്ന് ഈ ചർച്ചയിലൂടെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയതെന്ന് ഒന്നുകൂടി നോക്കാം. അതെ, ഒന്ന് സമ്മറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആത്മാവിന്റെ യഥാർത്ഥ രൂപം വെറുമൊരു ശരീരമല്ല, മറിച്ച് ഭ്രൂകുടിയിലിരിക്കുന്ന നക്ഷത്രസമാനമായ പ്രകാശബിന്ദുവാണെന്ന് നമ്മൾ കണ്ടു. ആ ആത്മാവ് അശുദ്ധമാകുന്ന പ്രക്രിയയും സത്യയുഗത്തിലെ 84 ജന്മങ്ങളുടെ സവിശേഷതകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പരമാത്മാവായ ശിവബാബ സംഗമയുഗത്തിൽ വന്നു നൽകുന്ന ആഴത്തിലുള്ള അറിവുകളും നാം വിശകലനം ചെയ്തു. അതെ, എല്ലാത്തിലുമുപരി നമ്മുടെ ബുദ്ധിയുടെ അഹംഭാവം മാറ്റിവെച്ച് ബാബ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയും മറ്റുള്ളവരുടെ തെറ്റുകളിൽ പ്രതികരിക്കാതെ എങ്ങനെ ഒരു ഷോക്ക് അബ്സോർബർ പോലെ ബന്ധനമുക്തമായ അവസ്ഥ നേടിയെടുക്കാം എന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെയും മാനസിക സമ്മർദ്ദങ്ങളെയും നേരിടുമ്പോൾ ഇതൊന്നോർക്കുക. നിങ്ങൾ വെറുമൊരു ശരീരമല്ല. അതെ, നമ്മൾ ഈ ജനന മരണങ്ങളെയും സന്തോഷ സന്താപങ്ങളെയും വളരെ നിർവികാരമായി നിരീക്ഷിക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു പ്രകാശബിന്ദുവാണ്. കൃത്യം. ആ വലിയ രചയിതാവായ ബാബയെ ഓർമ്മിച്ച് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ബാബയെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശാന്തി ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. തീർച്ചയായും. അപ്പോ ഇന്നത്തെ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും പരിശീലിക്കാനുമായി ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും, ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കൂ. അതൊരു നല്ല ഐഡിയ ആണ്. എന്താണ് ആ പരീക്ഷണം? കാര്യങ്ങൾ ചെയ്യുന്നത് വെറുമൊരു ഭൗതിക ശരീരമല്ല, മറിച്ച് നിങ്ങളുടെ നെറ്റിത്തടത്തിലിരിക്കുന്ന ആ ചെറിയ പ്രകാശബിന്ദുവായ ആത്മാവാണ് എന്ന് വെറുതെ ഒന്ന് സങ്കൽപ്പിക്കുക. ഈ ശരീരത്തിലെ കണ്ണുകളിലൂടെയും കൈകളിലൂടെയും ലോകത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് നിങ്ങൾ. വളരെ പവർഫുള്ളായ ഒരു ചിന്തയാണത്. അതെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വെറും പുറം കാഴ്ചകൾ മാത്രമാണെന്ന് ചിന്തിക്കുക. ഈയൊരു ഒരൊറ്റ ചിന്ത നിങ്ങളുടെ ഇന്നത്തെ സമ്മർദ്ദങ്ങളെ എങ്ങനെയാണൊരു മാജിക് പോലെ ഇല്ലാതാക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഓം ശാന്തി.